നമസ്തേ. പാലക്കാട് ഉണ്ടോ? പാലക്കാട് ജില്ലയിൽ പെരുവമ്പിലാണ് നിൽക്കുന്നത്. പെരുവമ്പിലെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളുടെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. വേമ്പത്ത് മഹാദേവ ക്ഷേത്രം ഒക്കെ. ഇത് തൃനാഗേശ്വരം ശിവക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന് മുൻപിലാണ് നിൽക്കുന്നത് കേട്ടോ. ചുറ്റും പാടമായിട്ട് പാടത്തിന് നടുക്കുള്ളൊരു ക്ഷേത്രമാണ് തൃനാഗേശ്വരം ശിവക്ഷേത്രം എന്ന് പറയുന്നത്. മോളിൽ നിന്നൊക്കെയുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വേറെ ക്ഷേത്രമുണ്ട്. അത് ഒരു വലിയ കുളം അവിടെ ക്ഷേത്രമാണ്. അത് നമ്മുടെ സിനിമാ നടൻ അജിത്തിൻ്റെ കുടുംബക്ഷേത്രമാണ്. ആ ക്ഷേത്രം നമ്മൾ മുൻപൊരിക്കൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാലക്കാട് ജില്ലയിലെ പെരുവമ്പയിലുള്ള തൃനാഗേശ്വരം ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. ഈ ഒരു പാടത്തിൻ്റെ സൈഡിലുള്ള ഈ ഒരു വഴി കൂടെ, രണ്ട് സൈഡിലും പാടത്തിൻ്റെ വഴി കൂടെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളത്. ആ കാണുന്നതാണ് ക്ഷേത്രം. അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പെരുവമ്പേന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു അഗ്രഹാരം ഉണ്ട് കേട്ടോ. അത് പെരുവമ്പ ഗ്രാമം എന്നാണ് പറയുന്നത്. ആ അഗ്രഹാരം കൂടെ ഉള്ളിൽ കൂടെയാണ് കടന്നു വന്നെ. അവിടെ ലൈറ്റ് കാണാം. അതാണ് പെരുവമ്പ ഗ്രാമം എന്ന് പറയുന്ന പെരുവമ്പയിലത്തെ അഗ്രഹാരം. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആരോടെങ്കിലും അഗ്രഹാരം ചോദിച്ചാൽ മതി. അഗ്രഹാരം എന്ന് വെച്ചാൽ ഇവർ ഗ്രാമം എന്നാണ് പറയുന്നത്. ചോദിച്ചാൽ മതി കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകിലും ഒരു വലിയ കുളം കാണാം കേട്ടോ. ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല. മഹാദേവൻ, ഗണപതി, പിന്നെ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ. പിന്നെ നാഗങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ ജസ്റ്റ് നമുക്ക് മതിലിന് പുറത്തുനിന്ന് അകത്തേക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചാൽ, അല്ലാണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോവാം. നമ്മളവിടെ നിന്ന് ഈ പാടത്തിൻ്റെ നടുക്കേ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ക്ഷേത്രം കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ ഈ കാണുന്നതും ഇതും 3 സമാധികളാട്ടോ. ഇവിടുത്തെ പണ്ടുണ്ടായിരുന്ന സ്വാമിമാരുടെ സമാധിയാണ്. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഏകദേശം 400-500 വർഷം മുൻപുള്ള സമാധിയാണ്. സമാധി വന്നതിന് ശേഷമാണ് ഇവിടെ ക്ഷേത്രം വന്നതെന്നാണ് പറയണേ കേട്ടോ. ഇതാണ് ഒരു സമാധി ഓഫ് ശ്രീരാമ യോഗീശ്വർ എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പെരുവമ്പ സ്വാമി പട്ടർ സമാധി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ വേറെ എന്ത് തിഥി കൃഷ്ണപക്ഷ ദ്വിതീയ വൃശ്ചിക മാസം. എനിക്ക് തോന്നുന്നത് ആ സമാധി ഇരുത്തിയ സമയമായിരിക്കും എന്നാണ് എഴുതി വെച്ചേക്കണേ. പിന്നെ ഇവിടെ മറ്റൊരു സമാധി കൂടി കാണാം, പക്ഷെ പേരൊന്നും എഴുതിയിട്ടില്ല. ഇതിൽ ഇങ്ങനെ അകത്തേക്ക് കയറാം. ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ആകാശത്തു നിന്നുള്ള കാഴ്ച അതിഗംഭീരമാട്ടോ. ഞാൻ മുൻപ് വന്നപ്പോൾ ഇത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുളമുണ്ട്. പിന്നെ അവിടെ മാറി വേറൊരു കുളമുണ്ട്. ആ ക്ഷേത്രമാണ് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ള അജിത്ത് സിനിമാ നടൻ അജിത്തിൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പാടത്തിൻ്റെ നടുക്കിൽ കൂടിയാണ് ഈ വഴി ഇങ്ങനെ വന്നത്.
തൃനാഗേശ്വരം ശിവക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ചാന്താട്ട മഹോത്സവത്തിൻ്റെ അന്ന് തന്നെയാണ് തൃനാഗേശ്വരം ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് എന്നാണ് ചോദിച്ചപ്പോൾ അറിഞ്ഞത്. നമ്മളിപ്പോൾ കാണുന്നത് ഊട്ടുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രകുളമാണ്. ക്ഷേത്രകുളത്തിനോട് ചേർന്ന് തന്നെയാണ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം. ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. എല്ലാ വർഷവും ഡിസംബർ അവസാന ആഴ്ചകളിലാണ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ചാന്താട്ട മഹോത്സവം നടക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പെരുവമ്പയിലുള്ള തൃനാഗേശ്വരം ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.